മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പം നല്ല ചൂട് സമയമാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ്. പൊള്ളുന്ന ചൂടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ്. ഇനി തമിഴ്നാട്ടിൽ പോയാലും ഏകദേശം അങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടെ കൂടാം ചില ഭാഗങ്ങളിലൊക്കെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും കുറച്ചുകൂടി സമ്മർ കടുക്കുന്ന ദിവസങ്ങളാണ്. ഒരുപാട് ശീതളപാനീയങ്ങളും അല്ലാത്ത പാനീയങ്ങളും സാധാരണ വെള്ളമൊക്കെ കുടിക്കേണ്ട സമയമാണ്. എങ്കിലും ഇതിനിടയ്ക്ക് കുറച്ച് കാര്യം പറയട്ടെ. അതായത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം കുട്ടികൾക്ക് വെക്കേഷൻ ആവുന്ന സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാവും. അപ്പോൾ വെള്ളം മാത്രം കൊടുത്താൽ പോരാ. അവർക്ക് കുറച്ച് കൊണ്ട് നടക്കാനും ഇടയ്ക്ക് 4 മണി പലഹാരവും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പലതരം സ്നാക്സ്, സ്വീറ്റ്സ് അതൊക്കെ നമ്മൾ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നതും നല്ലതാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വട പോലെയോ അങ്ങനത്തെ സ്നാക്സൊക്കെ ഇല്ലേ, വട, ഉള്ളിവട, പിന്നെന്താ പഴംപൊരി, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അക്കൂട്ടത്തിലൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതെന്താണെന്ന് വെച്ചാൽ വെർമിസലി ഫ്രിറ്റേഴ്സ്. വെർമിസലി ഫ്രിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് സേമിയയിൽ ഉണ്ടാക്കുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണയൊക്കെ വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ളിവടയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇട്ട് കുഴച്ചിട്ട് ഇച്ചിരിയായിട്ട് പിച്ചി ഇട്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ടിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും എണ്ണയിൽ വറുത്ത് കോരാം. ഇനി എയർ ഫ്രയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെർമിസലി ഫ്രിറ്റേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെർമിസലി ഫ്രിറ്റേഴ്സ് ചേരുവകൾ: റോസ്റ്റഡ് വെർമിസലി 3/4 കപ്പ്. ഇത് വേവിച്ച് കഴിയുമ്പോൾ ഏകദേശം 1.5 കപ്പ് കിട്ടും. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം. സവാള 1 ഇടത്തരം ചെറുതായി അരിഞ്ഞത്. തൈര് 3-4 ടേബിൾ സ്പൂൺ. തൈര് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ 1 മുട്ട ചേർക്കാം. മൈദമാവ് 3 ടേബിൾ സ്പൂൺ. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. 2 എന്നുള്ളത് 3 ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല, നോക്കിയിട്ട് ചേർത്താൽ മതി. മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. കറിവേപ്പില ആവശ്യാനുസരണം. ഉപ്പ് ആവശ്യത്തിന്. എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്ക് വെർമിസലി ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടത് വെർമിസലി തന്നെയാണ്. സേമിയ. ഇത് റോസ്റ്റഡ് സേമിയ എന്ന് പറഞ്ഞിങ്ങനെ ബ്രോക്കൺ സേമിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാൽ മതി. അതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം ഞാൻ എടുത്ത് വെച്ചു. 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് ഈ സേമിയ ഒന്ന് വേവിക്കണം. ഓക്കെ, വേവിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ചേർത്തൊരു ബാറ്റർ പോലെ ഉണ്ടാക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. വെള്ളം ഒന്ന് തിളച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റഡ് വെർമിസലി ഇട്ട് വേവിക്കാം. വെള്ളം തിളച്ച് തുടങ്ങി, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നു. ഇനി ആ വറുത്ത സേമിയ ഇത് ഞാനൊരു 3/4 കപ്പ് 3/4 കപ്പ് അളന്നതാണ്. അത് വേകട്ടെ. ഇത് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടും. ഓക്കെ, നമ്മുടെ വെർമിസലി എല്ലാം ഓൾമോസ്റ്റ് കുക്ക്ഡ്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഇനി അതും കൂടി വറ്റുന്ന വരെ മാത്രം വേവിച്ചാൽ മതി. അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ട് അല്പം ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ടൈം മാത്രം. ഏതാണ്ടായി വറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ റോസ്റ്റഡ് വെർമിസലി എന്ന് പറഞ്ഞ് വാങ്ങി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കുഴയാണ്ട് തമ്മിൽ ഒട്ടാണ്ട് ഈ രീതിയിൽ കിട്ടും. പക്ഷെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചൊരു ഒട്ടൽ പോലെയൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, നമ്മളെല്ലാം കൂടി ചേർത്ത് കുഴയ്ക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ആയി വരും. കഴിഞ്ഞു. ഇനി ഇരുന്ന് ഒന്ന് പറ്റും, അങ്ങനെയും കൂടി ഉണ്ടല്ലോ. തീ ഓഫ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗം. വെള്ളം ഓൾമോസ്റ്റ് ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. തീ ഓഫ് ചെയ്യട്ടെ. യെസ്, ഇനി ഇരുന്നിട്ടൊന്ന് ആ വെള്ളം ബാക്കിയുള്ളതും കൂടി വറ്റി കിട്ടും. അല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെർമിസലി വേവിച്ചത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി അഥവാ കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഊറ്റിയിട്ട് നമ്മൾ കണ്ണാപ്പം കൊണ്ട് കോരിയെടുത്താലും മതി. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഓരോന്നോരോന്നായിട്ട് ചേർക്കുകയാണ്. പിന്നെന്താ വേണ്ടത്? 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. 2 പച്ചമുളക്. ഇത് നല്ല എരിവാണ്, അത് കാരണം ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിനകത്തുണ്ട്. ഒരു ഏകദേശം 1.5 കപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല, എന്നാൽ 1.25 കുറച്ചുകൂടി ഉണ്ട് വേവിച്ച വെർമിസലി. ഒരളവിന് വേണ്ടി ഞാൻ പറയുവാണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില അതിങ്ങനെ പിച്ചിടാം.
നല്ല മണം കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇനി ഇതിലേക്ക് കുറച്ച് തൈര്. ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ ഒരു മുട്ട പോലും വേണ്ട എന്നാണെങ്കിൽ നമുക്ക് തൈരാകാം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ആദ്യത്തെ ഒരു മിക്സിങ് നടക്കട്ടെ. ഇപ്പോൾ ഇതിങ്ങനെ ഒരു പിടുത്തമൊന്നുമില്ല, ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നു, അത്രേ ഉള്ളൂ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ ഉപ്പ് ഇതുവരെ ചേർത്തില്ലല്ലോ. ഒരു ലൂസായിട്ട് ഇങ്ങനെ വരും. ഇനി ഇതിലേക്ക് കുറച്ച് മൈദാമാവും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നിർബന്ധമില്ല മൈദാമാവ് വേണമെന്ന്, മുഴുവൻ അരിപ്പൊടിയിൽ വേണമെങ്കിലും ആകാം. ഇനി അതല്ല മുഴുവൻ മൈദാമാവിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദാമാവും മൈദയും അരിപ്പൊടി ഓരോന്നും. ഇതിപ്പോൾ മൈദ, ഇത് അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഈച്ച്, രണ്ടും കൂടി ചേർത്തൊരു 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തു. നോക്കാം, കുറച്ചുകൂടി നമ്മൾ ചേർക്കേണ്ടി വരും. ചെറിയൊരു പിടുത്തം കിട്ടുന്ന പോലെ ചേർക്കണം. നമുക്കിങ്ങനെ ഫ്രിറ്റേഴ്സായിട്ട് ഇങ്ങനെ പിടിച്ചല്ലേ ഇടുന്നത്, ആ ഒരു സംഭവം വരണം. ഇനി ഓരോ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടി എക്സ്ട്രാ ചേർക്കണം. അപ്പോൾ ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്താലും മതി. നോക്കുക നിങ്ങൾ, ഇതിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾക്കിങ്ങനെ ഒന്ന് പിച്ചി ഇടാൻ പറ്റുന്നൊരു പാകം, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് കുഴച്ചിങ്ങനെ അങ്ങനെ ആക്കണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. യെസ്, അങ്ങനെ നമ്മുടെ ബാറ്റർ അല്ലെങ്കിൽ ഒരു ഡോ പോലെയെന്നോ ഒക്കെ പറയാം, റെഡി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത് വെളിച്ചെണ്ണയിലും ആകാം, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ആകാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു അതൊരു ഡോ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും പിച്ചി ഇടാം. ഓക്കെ, അങ്ങനെ വേർമിസലി ഫ്രിറ്റേഴ്സ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു 4 മണി പലഹാരമായിരിക്കും. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നട്ട്സൊക്കെ ചോപ്പ് ചെയ്തിടാം, കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും എക്സ്ട്രാ ഇടാം. എക്സ്ട്രാ ആഡ് ഓൺ നമ്മുടെ ഇഷ്ടമാണ്, എന്തൊക്കെ വേണമെങ്കിലും ഇടാം. പിന്നെ ക്യാരറ്റ്സ് ഗ്രേറ്റ് ചെയ്തിടാം. ഇപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കാമല്ലോ, അങ്ങനത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഓയിലിൽ വറുത്തെടുക്കുന്നതിന് പോലും എയർ ഫ്രയർ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതിലാകുമ്പോൾ ഓയിലൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായി. ഞാൻ കൈ ഒന്ന് നനച്ച് വെച്ചാൽ ഇതിൽ നിന്നും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പിച്ചി ഇടാം. ഫ്രിറ്റേഴ്സ് ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ഉള്ളിവടയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഉരുട്ടിയിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുരിഞ്ഞു തുടങ്ങി, എണ്ണ നല്ല ചൂടായി കിടക്കുക. ഈ രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. എത്ര സൈസ് വേണം, അതിൻ്റെ ഷേപ്പ്, അതൊക്കെ നമുക്ക് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റിലോട്ട് ഇങ്ങനെ എടുക്കാം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഉള്ളിവട പോലെ തന്നെ ഇരിക്കും കേട്ടോ, ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട്. ഇത് വേർമിസലിയുടെ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ഇത് നോക്കിയേ,
നല്ല ക്രിസ്പി ആയിരിക്കും, കാര്യം അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. ഇപ്പം ഞാൻ തീ ഒരല്പം കുറച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും തീ കൂട്ടി കൊടുക്കും. അപ്പോൾ എണ്ണയുടെ ചൂട് ക്രമീകരിച്ചിട്ട് ചെയ്യണം. കൂടുമ്പോൾ കുറയ്ക്കുക, കുറയുമ്പോൾ കൂട്ടുക, അങ്ങനെ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എണ്ണ കുടിക്കാണ്ട് എടുക്കുകയും വേണമല്ലോ. എളുപ്പമാണ് ഇത്. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ഒന്ന് മുരിയട്ടെ. മുരിയുന്നതിനനുസരിച്ച് കോരിക്കൊണ്ടേയിരിക്കാം. ഇപ്പം തീ കൂട്ടിയിട്ടുണ്ട്, ഇനി കുറച്ച് എക്സ്ട്രാ. നല്ല കരികരിപ്പായിട്ട് ഇങ്ങനെ വറുത്ത് കോരാം. ദിസ് ഈസ് വെർമിസെല്ലി ഫ്രിറ്റേഴ്സ്. നല്ല എളുപ്പത്തിനൊരു 4 മണി പലഹാരം കിട്ടില്ലേ ഇങ്ങനെ ചെയ്താൽ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഫ്രിറ്റേഴ്സ് ഇങ്ങനെ റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. മൂക്കുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ കോരുവാണ്. എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. നല്ല ഭംഗിയില്ലേ ആണ് കാണാൻ. മാത്രമല്ല ആ കരികരിപ്പും കഴിക്കുമ്പോഴും ഭയങ്കര രസമായിരിക്കും. നല്ല മുരുമുര കരുകര കഴിക്കാൻ പറ്റിയ പലഹാരം. അപ്പോൾ കുറേ ആയി. ഇനി ബാക്കിയിരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം. പക്ഷെ ചൂടോടുകൂടി കഴിക്കണം, കാര്യം ഇതൊക്കെ ഫ്രിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ആ കരികരിപ്പ് നഷ്ടപ്പെടാണ്ട് തന്നെ കഴിക്കണം. അപ്പോൾ ഇനി ബാക്കിയും ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ വെർമിസെല്ലി പക്കോറാസ് റെഡി. ഞാൻ പറഞ്ഞല്ലോ ഒരു ഉള്ളിവട ഫിനിഷിംഗ് ആണ്. ഓക്കെ, അതായത് കരികരിപ്പ് കാണിച്ചു തരാം. നല്ല കരികരിപ്പാണ്. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. ടൊമാറ്റോ സോസൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു കെച്ചപ്പോ എന്തെങ്കിലും ഇടയ്ക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ കറുമുറ കഴിച്ചുകൊണ്ട് നടക്കാനും നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. അപ്പം മധ്യവേനൽ അവധിക്ക് കുട്ടികളെല്ലാം പരീക്ഷ ചൂടെല്ലാം കഴിഞ്ഞ് നിൽക്കുകയല്ലേ. ആ സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് സന്തോഷമാണ്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് വീട്ടിലുണ്ടെങ്കിൽ 4 മണി പലഹാരമൊക്കെ ഇതിങ്ങനെ കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെയോ മുതിർന്നവർക്കും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും. എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മധുരമായിക്കോട്ടെ, കാര്യം അതും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഹൽവ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഹൽവ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള ഹൽവാസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മാജിക് അവനിലൂടെ. ഇത് അതുപോലെ മറ്റൊരു ഹൽവ. ഇതാണ് പിസ്ത ഹൽവ, നല്ല പച്ച നിറത്തിലെ ഹൽവ. പിസ്ത ഹൽവ ഉണ്ടാക്കിയാലോ? അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിസ്ത ഹൽവ ചേരുവകൾ: പിസ്ത ക്രഷ് 1 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, വെള്ളം 2 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പും അതോടൊപ്പം 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കണം. അതായത് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ. പിസ്ത ചെറുതായിട്ട് നുറുക്കിയത് 1/2 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ പിസ്ത ഹൽവ ഉണ്ടാക്കിയാലോ? അടുപ്പ് കത്തിച്ചിട്ട് നല്ലൊരു പാത്രം, ചൂട് കട്ടിയുള്ള പാത്രം. ഞാനെപ്പോഴും കൂടുതലും ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് ഉപയോഗിക്കുന്ന പാത്രവും നല്ലതാണ്. അല്ലെങ്കിൽ നല്ല ഉരുളിയോ അങ്ങനത്തെ അല്ലേ. സാധാരണ ഒരു ഹൽവ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുമല്ലേ? നമ്മൾ കുറേ സമയം എടുക്കും. ഇതങ്ങനെയൊന്നുമല്ല, ഈസി പീസി ആണ് ഈ കാര്യം. എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലവർ എടുത്ത് വയ്ക്കുക ആദ്യമേ തന്നെ. ഇതിപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവർ പ്ലസ് 1 ടേബിൾ സ്പൂൺ, 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ചേർന്ന്, അതായത് 1/2 കപ്പ് എടുക്കുക, അതായത് 6 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുക. ദാറ്റ് മീൻസ് 7 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവർ. ഇപ്പോൾ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട്, സാധാരണ വെള്ളം, റൂം ടെമ്പറേച്ചർ വാട്ടർ, കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം.
കോൺഫ്ലവർ കലക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിസ്ത ഫ്ലേവറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിസ്ത ക്രഷ്. പിസ്ത ക്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല സ്ട്രോബെറി ക്രഷ്, പിസ്ത ക്രഷ്, പൈനാപ്പിൾ ക്രഷ് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ കുപ്പിയിൽ വരുന്നതാണ്. അത് എടുത്തു. ഇനി അതിലേക്ക് ഇപ്പോൾ 2 കപ്പ് വെള്ളത്തിൽ നിന്നും കുറച്ച് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഒഴിച്ചത് നമ്മുടെ കോൺഫ്ലവറിൽ. ഇനി പാത്രത്തിലേക്ക് ഈ പിസ്ത ക്രഷ് എന്ന് പറയുന്നത് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് 240 ml ഒരു ഫുൾ കപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് ലൂസൻ്റ് ആകും. ഇനി ഇതിലേക്കാണ് നമ്മുടെ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുക. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായി. തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കട്ടിയായി വരും. ആ ഒരു സമയമാകുമ്പോൾ പഞ്ചസാര റെഡിയാക്കി വെച്ചേക്കുക. പഞ്ചസാര എന്ന് പറയുമ്പോൾ മധുരത്തിന് ഇപ്പോൾ പിസ്ത സിറപ്പ് പോലെയാണ്. ഇതിപ്പോൾ പിസ്ത ക്രഷ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു മധുരം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് 1 മുതൽ 1.5 കപ്പ് വരെ ആകാം. ഓരോരുത്തരുടെ ഇഷ്ടം എത്ര മധുരം വേണം അതനുസരിച്ചിട്ട്. ഒരു 1 കപ്പോ 1/4 കപ്പായാലും കുഴപ്പമില്ല. ഹൽവ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മധുരമൊക്കെ വേണ്ടേ. അപ്പോൾ 1 കപ്പാകാം, 1.25 ആകാം, 1.5 ആകാം, 1/4 കപ്പാണെങ്കിലും കുഴപ്പമില്ല. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ടിയായി വരും. ആ സമയത്താണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർക്കേണ്ടത്. പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര ഗ്രാന്യൂൾസ്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ടായിട്ട് ഇങ്ങനെ വരും. ദേ കാണുന്നുണ്ടല്ലോ, തിക്കായി വരുന്നതാണ്. ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യം. പക്ഷേ ആ കോൺഫ്ലവർ വേകണമല്ലോ, ആ പച്ചച്ചുവ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരണം. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ ഇച്ചിരി മധുരം ഉണ്ട് ഇതിനകത്ത്, നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാം. 1/4 കപ്പ് വരെ ആദ്യം ചേർക്കാം. നോക്കാം. ഇനി ആർട്ടിഫിഷ്യൽ കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല. ബിക്കോസ് ഇതിനൊരു നാച്ചുറലായിട്ട് ആ ഒരു പിസ്ത ക്രഷിനൊരു പച്ച കളർ ഉണ്ടല്ലോ. അത് ഏതാണ്ടൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ടോട്ടൽ ചേർത്തത്. അത് മതിയാകും. 1 കപ്പ് ചേർത്താൽ കുറച്ചുകൂടി സ്വീറ്റാണ്, പക്ഷേ ഇത് ധാരാളം. തീ ഒരല്പം കുറച്ചു. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നോക്കി ഇങ്ങനെ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുക. അത് ജസ്റ്റ് ഒരു ബാലൻസിങ്ങിനാണ്, മധുരമുള്ള കാര്യം ആയതുകൊണ്ടാണ്. ഇച്ചിരി ഉപ്പ് ചേർക്കുന്നതല്ല. പിന്നെ എന്നോടൊപ്പം ഇനി മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ ഗൗ ഗീ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ മതിയാകും. അത് തന്നെ വേണമെന്നില്ല, ആക്ച്വലി 1 ടേബിൾ സ്പൂൺ ആയാലും മതി. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇപ്പോൾ തീ കുറച്ചിട്ടിരിക്കുവാണേ. തീ കൂട്ടി കൊടുക്കാം. ഇങ്ങനെ വിട്ട് വരുന്ന പോലെ ഇങ്ങനെ ഇളകി വരും. നല്ല കിടന്ന് ഓടുന്നതാണോ. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് വെച്ചിട്ട്, പിസ്തയാണിത്, പിസ്താഷ്യൂ. ഒരു സിംബോളിക്കായിട്ട് എന്തായാലും വേണമല്ലോ. പിസ്ത ഹൽവ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പിസ്ത എക്സ്പെക്റ്റ് ചെയ്യും. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം, നമുക്കുള്ളതുപോലെ. നിറയെ പിസ്തയും ചേർത്ത് തരും. ഇത്രയേ ആവശ്യമുള്ളൂ. കഴിഞ്ഞു. ഇനി ഇത് ഒരു പാത്രത്തിൽ, നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കും. ഇതൊന്ന് കണ്ടല്ലോ, ഇങ്ങനെ വിട്ട് വീഴുന്ന പോലെ ഇങ്ങനെ ഓടുന്നൊരു പാത്രം. അങ്ങനെ നമ്മുടെ പിസ്ത ഹൽവ സെറ്റ്. ഇനി അത് അല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഉറയ്ക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് തണുത്താൽ മാത്രം മതി. ഇങ്ങനെയുണ്ട്, എളുപ്പമല്ലേ? ഈസി ടു മേക്ക്, ഭയങ്കര ഈസിയാണ്. നല്ലൊരു നാച്ചുറൽ ഗ്രീൻ കളർ ആ ക്രഷിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. പ്രത്യേകിച്ചൊരു ഗ്രീൻ കളറിൻ്റെ ആവശ്യമില്ല. നിറയെ പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും ഇട്ടിട്ടുണ്ട്.
പിസ്ത ഹൽവ റെഡി. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാൻ പറഞ്ഞല്ലോ തടുത്തിട്ട് തട്ടിയാൽ. എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്, ഒരു നല്ല മധുര പലഹാരം ഹൽവ. അപ്പോൾ ഹൽവ ക്രീവിങ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ടുള്ളൊരു പിസ്ത ഹൽവ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് സെറ്റാകുക എന്ന് നല്ലോണം സെറ്റായിട്ടുണ്ട് ഈ ഹൽവ. ഇത് നമുക്ക് മുറിക്കാം. പിസ്ത ഹൽവ ഇസ് റെഡി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രിറ്റേഴ്സാണ്, നമ്മുടെ വെർമിസലി ഫ്രിറ്റേഴ്സ് അഥവാ സേമിയ ഫ്രിറ്റേഴ്സ്. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എത്ര എളുപ്പമാണ് നമ്മുടെ പിസ്ത ഹൽവ. അപ്പോൾ ഇത് 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.